മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അപ്പന് നേരെ ഏത് കൊമ്പൻ വന്നു കഴിഞ്ഞാലും അവരെ വെറുതെ വിടരുത് എന്നുള്ളത് BJP നേതാവ് ഷോൺ ജോർജ് കേരളത്തിൽ നടപ്പിലാക്കിയതിന്റെ ഗതികേടാണ് ഇന്ന് CPM-ഉം പിണറായി വിജയനൊക്കെ തന്നെ ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ. ഷോൺ ജോർജ് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ശരിവെച്ചുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ സംസാരിച്ചത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ ഷോൺ ജോർജ് എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എല്ലാവരും എന്നെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. PC ജോർജിനെ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതികാരവുമായി ഷോൺ ജോർജ് ഇറങ്ങി. ആ കേസുമായിട്ടാണ് ഷോൺ ജോർജ് ഇവിടെ വരെ എത്തിയത്. ശരിയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയത് PC ജോർജിനെ വീട്ടിൽ വരുന്ന രാത്രിയിൽ ഞാൻ കാണുമ്പോൾ എൻ്റെ വീടിന് ചുറ്റും പോലീസ് സാറിനെ അറസ്റ്റ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തെ പോലീസ് കമ്മീഷണർ വീടിന് ഫ്രണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് നമ്മളിന്ന് വരെ PC ജോർജ് MLA ആയിരിക്കുന്ന PC ജോർജിനെ പോലീസ് സല്യൂട്ട് ചെയ്ത് കണ്ടിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു പുതുമയുള്ള സംഭവമായിരുന്നു. മാത്രമല്ല, അത് വല്ലാണ്ട് PC ജോർജിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, ഒരു നോട്ടീസ് അയച്ചാൽ സ്റ്റേഷനിൽ ഹാജരാകുന്ന ഒരു മനുഷ്യൻ വീട് വളഞ്ഞു പിടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യം, അന്ന് പക്ഷേ ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നതെങ്കിലും പക്ഷേ ഈ കേസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമായി ഇത് മാറി. ഞാനീ പറയുമ്പോൾ ഇതിൻ്റെ ഡെപ്ത് എത്രമാത്രം ഇത് കാണുന്ന പൊതുസമൂഹത്തിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. ആറ്റമിക് എനർജി, ആറ്റം ബോംബും അതുപോലെ തന്നെ ന്യൂക്ലിയർ ബോംബുകളും പോലും നിർമ്മിക്കാൻ ആവശ്യമുള്ള തോറിയം കേരളത്തിൻ്റെ തീരദേശത്ത് നിന്നും അന്യ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെട്ടിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ഊഹാഭോഗത്തിൽ പറയുന്നതല്ല. ഇവരുടെയൊക്കെ പുറകിലെ വരുമാനവും ഇവരുടെയൊക്കെ കമ്പനിയുടെ ടേൺ ഓവറും ഇവരുടെയൊക്കെ കമ്പനിക്ക് നിലവിലുള്ള അസറ്റും ഇവരൊക്കെ വ്യക്തിപരമായ അസറ്റും ഒരു തരത്തിലും മാച്ചല്ല. ഈ സിന്തറ്റിക് റിട്ടെയിലിന്റെ ബിസിനസ് കൊണ്ട് മാത്രം എത്തിപ്പെടാവുന്നിടത്തല്ല ഇവിടെ എത്തിപ്പെട്ടത്. നാളെ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. കേരളത്തിന്റെ തീരദേശത്ത് നിന്നും അണുവായുധങ്ങൾ നിർമ്മിക്കാൻ പോലുമുള്ള അറ്റോമിക് എനർജി ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നാണ് എൻ്റെ കേസ് ഈ അർത്ഥത്തിൽ വരെ മുമ്പോട്ട് പോകണം. ഇത് രാജ്യസുരക്ഷയ്ക്ക് അപകടകരമാണ്. ഇവിടുത്തെ നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള വെടിമരുന്ന് നമ്മൾ തന്നെയാണോ സപ്ലൈ ചെയ്യുന്നതെന്ന് എൻ്റെ ഉള്ളിലുണ്ടായ സംശയം മാത്രമല്ല, എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ബോധ്യം കൂടിയാണ് ഈ കേസ് ഇവിടം വരെ എത്തി. ഒരു കാര്യം തീർത്ത് പറയാം, ഈ കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇത് CBI അന്വേഷണം കടന്നു വരണം. നിങ്ങൾ കേട്ടില്ലേ? വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടും ഷോൺ ജോർജ് പിണറായി വിജയനെതിരെയും ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെയും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ നേതാക്കന്മാരിലൊന്നും ഒതുങ്ങാനൊന്നും പോകുന്നില്ല. അത് UDF നേതാക്കന്മാരും ഈ പറയുന്ന ആളുകളുടെ അടുത്തുനിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. എത്ര ഗൗരവകരമായിട്ടുള്ള കാര്യ ഷോൺ ജോർജ് പറയുന്നത്. ഒന്ന്, തന്റെ അപ്പന് നേരെ വന്നത് കൊണ്ട് തന്നെയാണ് അപ്പന് നേരെ പോലീസിനെ അനാവശ്യമായിട്ട് പറഞ്ഞയച്ചത് ആരോ, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിലും ആ മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഓരോ വിഷയങ്ങൾ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തില് വളരെ വലിയൊരു കൊള്ളയെ കുറിച്ച് കേരള ജനത ഒന്നടങ്കം തിരിച്ചറിയുന്നത്. ഇത് UDF-ന്റെ നേതാക്കന്മാര് എന്തെങ്കിലും പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ്. UDF-ന് ഒരിക്കലും യഥാർത്ഥ ആ സമയത്ത് അവർക്ക് പ്രതിപക്ഷമാവാൻ സാധിച്ചിട്ടില്ല. VD സതീശൻ എന്തെങ്കിലും ഒരു സമരമൊക്കെ പിണറായി വിജയനെതിരെ നടത്തിയിട്ടുണ്ടോ? വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടാണ് VD സതീശൻ ഇപ്പോ ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്? അല്ല. കൃത്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും പ്രീണിപ്പിച്ച് മതേതര സർട്ടിഫിക്കറ്റ് പോലും രണ്ടു കൂട്ടർക്കും അച്ചടിച്ചു കൊടുത്തത് കൊണ്ടാണ് സതീശൻ ഇന്ന് മുഖ്യമന്ത്രി. അല്ലാതെ അന്നത്തെ ഭരണപക്ഷം ചെയ്ത നെറികേടുകൾക്കെതിരെ സംസാരിച്ചത് കൊണ്ടോ ശബ്ദിച്ചത് കൊണ്ടോ അല്ല. ഈ പറയുന്ന കരിമണൽ കർട്ടിയുമായി ബന്ധപ്പെട്ട്, ഈ പറയുന്ന പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട് ഈ കൊള്ളയൊക്കെ കുറിച്ച്, മാസപ്പടി വാങ്ങിയതിനെ കുറിച്ച് പിണറായി വിജയനെതിരെ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ ഒന്നും UDF-ന് ഒരു അക്ഷരം പറയാനൊന്നും സാധിക്കില്ല. കാരണം എന്താ? അത് VD സതീശൻ തന്നെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ കൊടുക്കാം. VD സതീശൻ ഷോൺ ജോർജ് പറയുന്നത് ഏറ്റുപിടിക്കുക. ഷോൺ ജോർജ് കൃത്യമായിട്ട് പറയുന്നു, ഇവിടെയുള്ള UDF-ന്റെ നേതാക്കന്മാര്, ഇവിടെ കള്ളന്മാർ ഒരുപാടാണ്, ഇടതും വലതും ഒരുപോലെയാണ് നമ്മുടെ നാടിനെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സതീശൻ പറയുന്നത് ഇവിടെ കൊടുക്കാം. നമ്മുടെ പ്രകൃതിയെ കൊള്ളയടിച്ചവരിൽ നിന്ന് പണം വാങ്ങിയതിന് എത്ര ലാഘവത്തോടെയാണ് സതീശനൊക്കെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അല്ല, അതിനകത്ത് ഞാൻ വളരെ മുൻപ് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന്
അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഫണ്ടാണ്. അങ്ങനെ CMRLന്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജി കമ്പനിയിലേക്ക് വലിയ തുക അയച്ചു കൊടുത്തു. ക്ലയന്റ് സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചു കൊടുത്തത്. എന്നാൽ ക്ലയന്റ് സർവീസ് നടത്താതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിംഗ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. മനസ്സിലായില്ലേ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്ന എന്നാണ് കേസ്. കേസിന്റെ ശരി മെറിറ്റും ഡിമെറിറ്റും അല്ല പറയുന്നത്. അതാണ് ആ കേസ്. അത് രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാരിൽ നിന്ന് പണം മേടിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുടെയും ഇപ്പൊ CPM അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാലോ. CPM ഈ വ്യക്തിയുടെ CPM വാങ്ങിച്ചെന്ന് പണം. CPM നേതാക്കളൊക്കെ എന്റെ വ്യക്തിപരമായ ബന്ധമുള്ള ആളാണ്. എന്റെ കോൺസ്റ്റിറ്റ്യൂൻസിയുടെ ഇപ്പുറത്തുള്ള ആളാണ്. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ വലിയ പ്രധാനപ്പെട്ട വ്യവസായിയായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അത് അവരെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സംഘടനകളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പൈസ മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഞാൻ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. നിങ്ങൾ കേട്ടില്ലേ? ഷോൺ ജോർജ് പറഞ്ഞത് വളരെ വ്യക്തമല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഏറ്റുപിടിച്ചിട്ടുള്ളത്. അതെ, ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ എല്ലാ ആളുകളിൽ നിന്ന് വാങ്ങാറുണ്ട്. ഷോൺ ജോർജ് പറഞ്ഞത് ഓരോ ആളുകളും വന്ന് ചിന്തിച്ചപ്പോ നമ്മുടെ രാജ്യത്തിനെതിരെ വരെ തിരിയാൻ സാധ്യതയുള്ള തരത്തിലുള്ള നമ്മുടെ പ്രകൃതിയിലെ അമൂല്യമായത് കട്ട് കൊണ്ടുപോയത് ആ കട്ട് പോയവരിൽ നിന്ന് UDF നേതാക്കന്മാരായ ഞങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ന് ഉളുപ്പില്ലാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അംഗീകരിക്കുന്നതാണ് നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ ആളുകൾ ചിന്തിച്ചു, LDF കേരളം ഭരിക്കുമ്പോൾ ഒരു സമയത്തും UDF സതീശനൊന്നും വലിയ സമരോ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. CBI അന്വേഷണം ഷോൺ ജോർജ് കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ BJP ആവശ്യപ്പെടുന്നുണ്ട്. അത് ഈ പറയുന്ന സതീശൻ ഇനി അംഗീകരിക്കോ? സതീശൻ പ്രതിപക്ഷത്തുള്ള സമയത്ത് മുക്കലും മൂളലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സമ്മതിക്കോ ഒരു CBI അന്വേഷണം? അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ ഈ പറയുന്ന UDF പോലും അടപടലം പെടുമെന്നുള്ളതല്ലേ ഈ പറയുന്നത്? സതീശൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സകല മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ ഷോൺ ജോർജ് സ്വന്തം അപ്പന് നേരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അനാവശ്യമായിട്ട് പോലീസിനെ പ്രയോഗിച്ചത് കൊണ്ട് അത് തിരിച്ചവരെന്തൊക്കെയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചിറങ്ങി BJP നേതാവ് കൃത്യമായിട്ട് ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നു. UDF ഒരു തേങ്ങയും നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷവും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഒരു ഉണ്ടയും ചെയ്തിട്ടില്ല. കാരണം എന്താ? ഇടതും വലതും ഒരുമിച്ച് തന്നെയായിരുന്നു അന്നും കട്ടത്, എനിക്ക് അക്കാൻ പോകുന്നത് എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. സകല മലയാളികളും തിരിച്ചറിയാ, ഇടതും വലതും കട്ടുമുടിച്ചിട്ടാണ് നമ്മുടെ കേരളം ഈ ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതെങ്കിലും കൊള്ളക്കാരെ വരിക, നമ്മുടെ അമൂല്യമായത്, നമ്മുടെ പ്രകൃതിയിലെ അമൂല്യമായത് കട്ടുകൊണ്ടുപോകുമ്പോൾ ഇടതും വലതും ഒരുപോലെ ക്യാഷ് വാങ്ങുക. എന്നിട്ട് അവര് ക്യാഷ് വാങ്ങിയത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, അങ്ങനെ ഞങ്ങൾ ക്യാഷ് വാങ്ങിയത് ഇങ്ങനെയാണ് അപ്പുറത്ത്. എന്തൊരു അവസ്ഥ! ഈ കട്ടതിനെയല്ലേ മുഖ്യമന്ത്രി പോലും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നത്. സകല ആളുകളും തിരിച്ചറിയാ, BJP ആണ് ഈ വിഷയം പോലും യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് കൈകാര്യം ചെയ്തത് എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക.